ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ അതിരപ്പള്ളി വീഡിയോ ആണ്. തുമ്പൂർമൊഴി ഡാമിലെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് വീഡിയോ ആണത്. അപ്പോൾ അതിരപ്പള്ളിയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ്. കുറച്ച് നടക്കാനുണ്ട്. എൻട്രൻസിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മൃഗം എന്ന് പറഞ്ഞാൽ മലയണ്ണാനാണ്, നമ്മൾ സ്ഥിരം അവിടെ കാണുന്നതാണ്. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ സൂക്ഷിക്കാൻ കേട്ടോ. നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപദ്രവിക്കും. കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല സ്ലോയിൽ നടക്കുക. ഇനിയിപ്പോൾ നടക്കാൻ പ്രയാസമുള്ളവർക്ക് കൊണ്ടുപോകാൻ അവിടെ വേറെ സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടായില്ല കേട്ടോ. അതിരപ്പള്ളി നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കാണില്ല. നാളത്തെ അവസ്ഥ ചിലപ്പോൾ അതായിരിക്കില്ല. മഴയൊക്കെ പെയ്ത് പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് അവസ്ഥ ഇതായിരുന്നു. ഒട്ടും വെള്ളം ഉണ്ടായില്ല. പറയുമ്പോൾ മഴ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ അവസ്ഥ എങ്ങനെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള ഡ്രസ്സോ തോർത്തോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് ഒഴുക്കിൽ പെട്ട് ആരോ പോയി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒട്ടും വെള്ളമില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോലും ഒഴുക്കിൽ പെട്ടിട്ട് ആൾക്കാർ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒരു അപകടം ഒളിച്ച് ഇരിക്കും എന്ന് പറയണത് ശരിയാണ് കേട്ടോ. അപ്പോൾ അതിരപ്പള്ളിയിൽ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിന് താഴോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പം നമ്മൾ മേലെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് താഴോട്ട് പോകാനുള്ള വഴിയുള്ളത്. കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്നാൽ പിന്നെ അവർ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറക്കിയത്. നമ്മൾ മാറാനുള്ള ഡ്രസ്സോ തോർത്തോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പോലും അവരെ വെള്ളത്തിൽ കുറച്ച് നേരം ഇറക്കി. അവരൊക്കെ നല്ല കളിയായിരുന്നു വെള്ളത്തിൽ. പിന്നെ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് കടക്കാനേ പറ്റില്ല. നല്ല വഴുക്കലായിരുന്നു. ശ്രദ്ധിച്ച് വേണം പോകാൻ, അല്ലെങ്കിൽ വീണ് കൈകാൽ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. എന്ത് തണുത്ത വെള്ളമായിരുന്നു എന്നറിയോ. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും ഒരു അമ്മൂമ്മയുടെ കഥ പറയും. നിത്യ തലവേദന ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മ ഇതുപോലെ അതിരപ്പള്ളിയിൽ വന്ന് ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ തലവേദന മാറിപ്പോയി എന്നുള്ളത്. ഇത് കാട്ടിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ പല ഔഷധ സസ്യങ്ങളുടെ വേരുകൾ ഇറങ്ങി നിൽക്കുന്ന പുഴയും കൂടിയാണിത്. അപ്പോൾ ആ ഔഷധ ഗുണങ്ങളൊക്കെ ഇതിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയില്ല ഇത് വെറും പഴങ്കഥയാണോ എന്നുള്ളത്. പക്ഷേ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വന്ന എല്ലാവരും. എനിക്ക് തലവേദന മാറുമെന്നൊന്നും അറിയില്ല. അയ്യോ ചോര വരണ്ടേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞോ. അതിനിടയ്ക്ക് എൻ്റെ മോനൊന്ന് വഴുക്കി വീണ് അവൻ്റെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നേരത്തെ നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അതിരപ്പള്ളി വിശേഷങ്ങൾ വന്നിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.